ഇതിലേക്ക് ഞാൻ ഒരല്പം കാന്താരി മുളകും അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇടികല്ലില്ലാത്തത് കൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ടാണ് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നത് പാത്രത്തിൽ വെച്ചിട്ട്. നന്നായിട്ടൊന്നും അരഞ്ഞൊന്നും പോകണ്ട. നമുക്ക് ഇനി അമ്മി ഉണ്ടെങ്കിൽ അമ്മിയിലാണെങ്കിലും ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നുള്ളി വെച്ചിട്ടുള്ള മുള്ള് കളഞ്ഞിട്ടില്ല ഞാൻ മാന്തളിൻ്റെ. നമുക്ക് മുള്ള് എടുക്കാവുന്ന അത്ര ചെറിയ മാന്തളായിരുന്നു കേട്ടോ. അപ്പോൾ മുള്ള് കളയുന്നവർക്ക് മുള്ളും കൂടെ കളഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുക കേട്ടോ. നമ്മുടെ ഉള്ളിയും കാന്താരി മുളകും നമ്മുടെ ഉണക്കമാന്തളും എല്ലാം കൂടെ കൈകൊണ്ടൊന്ന് മുള്ളു കയറാതെ നന്നായിട്ടൊന്ന് തിരുമ്മി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടെ തൂവി കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ആവശ്യമുള്ളവർക്ക് മാത്രം ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങൾ.